പ്രിയമുള്ളവരെ, വചനജ്വാല 1594 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 11 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഞങ്ങളുടെ ഇടവക ദേവാലയമായ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും തിരുനാളാണ് ഇന്ന്. മൂവരുടെയും മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ എന്നെ ഒളിപ്പിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിർഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. പ്രവാസികൾ ജെറൂസലേമിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണമായി ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്ക് അരികിലൂടെ അവർ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും, രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന്, വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിയൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ, ആനന്ദഗാനമാലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തുപാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു.
ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ തെയോഡോഷ്യസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 106 വയസ്സിൽ നിര്യാതനായ തെയോഡോഷ്യസ് കപ്പദോക്യായിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സൂപസ്ഥനായ സൈമന്റെ ജീവിതം കണ്ട് സന്യാസ ജീവിതത്തിന് തന്നെ ഒരുക്കി. കലാഞ്ചിനൂസ് എന്ന ഗുരുവിന്റെ കീഴിൽ സന്യാസ ജീവിതം നയിച്ച് പിന്നീട് കുറെ കാലം ഇടവക ജോലി നോക്കി. ജനപ്രശംസയെ ഭയന്ന് ഒരു മലയിൽ കയറി ഒരു ഗുഹയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി വനസസ്യങ്ങളും പയറും ഭക്ഷിച്ച് 30 വർഷത്തോളം ജീവിച്ചു. ക്രമേണ ശിഷ്യന്മാർ വന്നു കൂടിയപ്പോൾ മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്ന് അവരെ പഠിപ്പിക്കാൻ ഒരു ശവക്കുഴി ഉണ്ടാക്കി. ഒരു ദിവസം തെയോഡോഷ്യസ് ആശ്രമാംഗങ്ങളോട് ചോദിച്ചു, ശവകുടീരം തയ്യാറായി, ആര് സമർപ്പണം നടത്തും? ബാസിൽ എന്ന ഒരു പുരോഹിതൻ മുന്നോട്ട് വന്നു. അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി. 3 ദിവസത്തിനകം ആരോഗ്യവാനായിരുന്ന ബേസിൽ മരണത്തെ പുൽകി ആ കുഴിയിൽ സംസ്കരിക്കപ്പെട്ടു. ഒരു ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ ഭക്ഷിക്കാനൊന്നും ഇല്ലായിരുന്നു. ചിലർ പിറുപിറുത്തപ്പോൾ തെയോഡോഷ്യസ് പറഞ്ഞു, ദൈവത്തിൽ ശരണം വയ്ക്കൂ, അവിടുന്ന് തരും. താമസിയാതെ ഭക്ഷണം എത്തി. ബസ്വൂവിന് സമീപമുള്ള ആശ്രമത്തിൽ വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസത്യാഗികൾക്കും വെവ്വേറെ ശുശ്രൂഷാ കേന്ദ്രം സ്ഥാപിച്ചു. 4 പള്ളികളും പണിതു. രോഗികളുടെ ശുശ്രൂഷയും അപരിചിതരുടെ സംസ്കാരവും ക്രമമായി നടന്നു. സന്യാസികളുടെ തലവനായ തെയോഡോഷ്യസിനെ സെനോബിയാർക്ക് എന്നാണ് വിളിച്ചിരുന്നത്. വാർദ്ധക്യത്തിലെ ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിച്ച് 106 വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായ സെനോബിയാർക്ക് വിശുദ്ധ തെയോഡോഷ്യസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ദിവസവും ഞങ്ങളുടെ ഇടവകയിലെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.